my dear friends. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡു എങ്ങനെ ഉപയോഗിക്കാം, ഡസ് എങ്ങനെ ഉപയോഗിക്കാം, അതുപോലെ ആമിസാർ നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഡു ഡസ് ഒക്കെ എന്തിനാ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? എന്തിനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, ചോദിക്കാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ എല്ലാ ദിവസവും വെള്ളം കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ചായ കുടിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് ചോദിക്കണം. എന്ത്? നിങ്ങൾ ചായ കുടിക്കാറുണ്ടോ? നിങ്ങൾ എപ്പോഴും ചായ കുടിക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ സാധാരണയായിട്ട് ചായ കുടിക്കാറുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡു അതുപോലെ തന്നെ ഡസ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ അത് എങ്ങനെയാ ചോദിക്കുക? ഡു യു ഡ്രിങ്ക് ടീ? ഡു യു ഡ്രിങ്ക് ടീ എവറി ഡേ? നിങ്ങൾ എല്ലാ ദിവസവും ചായ കുടിക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഉത്തരം പറയും? യെസ്, ഐ ഡ്രിങ്ക് ടീ എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ചായ കുടിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളിപ്പോ എന്താ പറയാൻ പോണേന്നറിയോ? യെസ്, എന്താണ്? നമ്മളുടെ കഴിഞ്ഞു പോയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നലെ നിങ്ങൾ ചായ കുടിച്ചോ? ഇങ്ങനെ ചോദിക്കുക. യെസ്, അപ്പൊ അതിന്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ എങ്ങനെയാ ചോദിക്കുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. നമ്മള് ഡിഡ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഡിഡ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡിഡ് യു ഡ്രിങ്ക് ടീ യെസ്റ്റർഡേ? നിങ്ങൾ ഇന്നലെ ചായ കുടിച്ചോ? അപ്പൊ നിങ്ങൾക്ക് എന്ത് കാര്യവും ഇന്നലത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതിന്റെ തൊട്ട് മുൻപ് വരെയുള്ള കാര്യങ്ങൾ എന്താണ്? കഴിഞ്ഞു പോയതാണ് അല്ലെ? അങ്ങനെ കഴിഞ്ഞു പോയ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാവുന്നതാണ്? ഡിഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സബ്ജക്ട്സിന്റെയും കൂടെയും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഡിഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ആരോട് വേണമെങ്കിലും ഈ ഡിഡ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡിഡ് ഹി ഡ്രിങ്ക് വാട്ടർ? ഡിഡ് ഷീ ഡ്രിങ്ക് വാട്ടർ? ഡിഡ് ഹി ഡ്രിങ്ക് വാട്ടർ? ഡിഡ് ദേ ഡ്രിങ്ക് വാട്ടർ? ഡിഡ് ഐ ഡ്രിങ്ക് വാട്ടർ? ഇങ്ങനെ എല്ലാത്തിനെയും കൂടെ നമുക്ക് ഡിഡ് വെച്ചിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇതിന് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഒരു ഡിഫറൻസിയേഷൻ ഇല്ല. സിംഗുലർ ആയിക്കോട്ടെ, പ്ലൂറൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഏത് പേരുകളായിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ എന്ത് ഉപയോഗിക്കാം? ഡിഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഞാൻ അതൊന്ന് മലയാളത്തിൽ പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് ഇംഗ്ലീഷിൽ കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കി നോക്കൂ. ഓക്കെ. അപ്പൊ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ കാര്യവും നമ്മൾ ഇവിടെ എന്താണ്? ആക്ഷൻ വേർബ്സ് ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ആണ് നമ്മൾ ഇവിടെ ചോദിക്കുന്നത് കേട്ടോ. വേറൊന്നുമല്ല, പ്രവർത്തികൾ, മറന്നുപോകണ്ട. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇന്നലെ ഭക്ഷണം കഴിച്ചോ? എങ്ങനെ ചോദിക്കാം നമ്മള്? ഡിഡ് യു ഈറ്റ് ഫുഡ് യെസ്റ്റർഡേ? നിങ്ങൾ ഇന്നലെ ഭക്ഷണം കഴിച്ചോ? നിങ്ങൾ അവിടെ പോയിരുന്നോ? അതായത് നിങ്ങൾ ഓഫീസിൽ നിങ്ങൾ ഇന്നലെ പോയോ? എങ്ങനെ ചോദിക്കാം? ഡിഡ് യു ഗോ ടു ഓഫീസ് യെസ്റ്റർഡേ? അപ്പൊ നിങ്ങൾക്ക് അവിടെ സംശയം ഉണ്ടാവും, നമ്മൾ അങ്ങനെയാണെങ്കിൽ വെന്റ് അല്ലേ അവിടെ ഉപയോഗിക്കേണ്ടത്, ഗോ ആണോ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. യെസ്, അപ്പൊ ആ കൺഫ്യൂഷനും കൂടെ മാറ്റി തരാം. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞു പോയ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരാളോട് ചോദിക്കുമ്പോൾ നമ്മൾ വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കുക. അപ്പൊ ഞാൻ വേർബിന്റെ ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഗോ എന്നുള്ളത് ഫസ്റ്റ് ഫോം ആണ്. അത് ശരിക്കും നമ്മൾ എപ്പോഴും പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് ഫോം ഉപയോഗിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഡു യു ഗോ ടു ഓഫീസ്? അതായത് നിങ്ങൾ ഓഫീസിൽ പോകാറുണ്ടോ? എപ്പോഴും നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അതവിടെ വെക്കൂ. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇവിടെ ചോദിക്കുന്നത്, ഡിഡ് വെച്ച് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞു പോയ കാര്യമാണ് ചോദിക്കുന്നതെങ്കിലും ഈ വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വേർബ്സിന്റെ ഫസ്റ്റ് ഫോമും സെക്കൻഡ് ഫോമും തേർഡ് ഫോമും ഒക്കെ ഇട്ട് തരാം. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഫോമിലാണ് നമ്മൾ ചോദിക്കുക. ഡിഡ് യു ഗോ ടു ഓഫീസ് യെസ്റ്റർഡേ? നിങ്ങൾ ഇന്നലെ ഓഫീസിൽ പോയോ?
അപ്പോൾ അതിന്റെ ഉത്തരം എന്തായിരിക്കും? അതുകൂടെ നമ്മൾക്ക് ഇവിടെ ഒന്ന് പറയാം. അപ്പൊ അതിന്റെ ഉത്തരം എങ്ങനെയായിരിക്കും? യെസ്, ഐ വെന്റ് ടു ഓഫീസ് യെസ്റ്റർഡേ. അപ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? വേർബിന്റെ സെക്കൻഡ് ഫോം ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ ഞാൻ പോയി എന്നുള്ളത് നമ്മൾ പറയണമെങ്കിൽ നമ്മൾ വെന്റ് എന്നുള്ളത് ഉപയോഗിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇതാണ് ഇവിടെയുള്ള ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക. ഡിഡ് വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വേർബിന്റെ ഫസ്റ്റ് ഫോം വെച്ച് ചോദിക്കണം. ഉത്തരം പറയുമ്പോൾ വേർബിന്റെ സെക്കൻഡ് ഫോം വെച്ചിട്ട് ഉത്തരം പറയണം. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ച ഒരു ചോദ്യം ഉണ്ട്, ഡിഡ് യു ഡ്രിങ്ക് വാട്ടർ യെസ്റ്റർഡേ എന്നാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ അതിന്റെ ചോദ്യത്തിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ ഇന്നലെ വെള്ളം കുടിച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ ഉത്തരം എങ്ങനെയാണ് പറയേണ്ടത്? യെസ്, ഐ ഡ്രാങ്ക് വാട്ടർ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ വെള്ളം കുടിച്ചു. ഡ്രിങ്കിന്റെ സെക്കൻഡ് ഫോം ആണ് ഡ്രാങ്ക്. വേർബിന്റെ സെക്കൻഡ് ഫോം ആണ് ഡ്രാങ്ക്. അപ്പോ ഇങ്ങനെയുള്ള ഒരു കാര്യം മാത്രമാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഡിഡ് യു റീച്ച് ഹോം യെസ്റ്റർഡേ ദ റൈറ്റ് ടൈം? നിങ്ങൾ ഇന്നലെ കറക്റ്റ് സമയത്താണോ എത്തിയത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉത്തരം എങ്ങനെ പറയും? യെസ്, ഐ റീച്ച്ഡ്. ED നമ്മൾ അവിടെ ചേർക്കും. യെസ്, ഐ റീച്ച്ഡ് ഹോം യെസ്റ്റർഡേ ദ റൈറ്റ് ടൈം. ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ വീട്ടില് എത്തി. ഡിഡ് യു സിങ് യെസ്റ്റർഡേ? നിങ്ങൾ ഇന്നലെ പാട്ട് പാടിയോ? എങ്ങനെയാ നമ്മൾ ഉത്തരം പറയാ? യെസ്, ഐ സാങ്. യെസ്, ഐ സിങ് അല്ല പറയാ, യെസ്, ഐ സാങ്. ഞാൻ പാട്ട് പാടി. ഡിഡ് യു ഡാൻസ്? യെസ്, ഐ ഡാൻസ്ഡ്. അപ്പോ നമ്മൾ എന്ത് കാര്യവും ക്വസ്റ്റ്യൻ ഫോമിൽ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഡിഡ് വെച്ച് ചോദിക്കാം. അതിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഉത്തരം പറയുമ്പോൾ എന്ത് വേണം? വേർബിന്റെ സെക്കൻഡ് ഫോം പറഞ്ഞിട്ട് നിങ്ങൾ ഉത്തരങ്ങൾ പറയുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് കുറച്ചു കാര്യം കൂടെ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഡിഡ് യു ഗോ ടു ഓഫീസ് യെസ്റ്റർഡേ? അപ്പൊ നമ്മൾ എന്താണ് ഉത്തരം പറഞ്ഞത്? യെസ്, ഐ വെന്റ് ടു ഓഫീസ് യെസ്റ്റർഡേ. ഡിഡ് യു കം ടു ഓഫീസ് യെസ്റ്റർഡേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഉത്തരം പറയും? യെസ്, ഐ came. Yes, I came. Did you write something yesterday? നിങ്ങൾ ഇന്നലെ എന്തെങ്കിലും എഴുതിയോ? എന്താണ് നമ്മൾ ഉത്തരം പറയാ? Yes, I wrote. ഞാൻ എഴുതി. Did you read yesterday? നിങ്ങൾ എന്തെങ്കിലും എഴുതിയോ? Yes, I read. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, റീഡിന്റെയും റെഡ് എന്ന് പറയുന്നതിന്റെയും സ്പെല്ലിംഗ് സെയിം ആണ്. അതിന് വ്യത്യാസമല്ല. പക്ഷെ നമ്മൾ പറയുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. റീഡ് എന്നുള്ളതാണ് ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം എന്താണ്? റെഡ് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിഡിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. എല്ലാ ആൾക്കാരുടെയും കൂടെ നമുക്ക് ഡിഡ് വെച്ച് ചോദിക്കാവുന്നതാണ്. അതിനൊരു കുഴപ്പമില്ല. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ മാത്രം ഡിഡിൽ വരുന്നു. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് വേർബിന്റെ ലിസ്റ്റ് ഇട്ട് തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഡിഡിന്റെ ഫോം വെച്ചിട്ട് അതിന്റെ ഫസ്റ്റ് ഫോം ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുക. അതുപോലെ തന്നെ ഉത്തരം അതിന്റെ സെക്കൻഡ് ഫോം വെച്ചിട്ട് പറഞ്ഞു നോക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലാണ് കേട്ടോ നമുക്ക് നന്നായിട്ട് കിട്ടുക. അപ്പൊ നമ്മളുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇന്നലെ നടന്ന ഓരോരോ കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. കാരണം ഇതൊന്ന് പ്രയോഗിക്കേണ്ടേ, നമുക്ക് എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളത് നമ്മൾ അറിയണ്ടേ. അപ്പൊ നമുക്ക് ആ ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്തു നോക്കാം നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പൊ നമുക്ക് കാണാം.